നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകൾക്ക് നേരെ കണ്ണില്ലാത്ത ക്രൂരത. ആനകളെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവ അലറി വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ട് നടുങ്ങിയിരിക്കുകയാണ് മലയാളികൾ. മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകൾക്ക് നേരെയാണ് പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് കൊണ്ടുവന്ന ആനകളെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ചത്. ഒരു മാസം മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. ആ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേത്രം ശീവേലിക്കുള്ള ആനകളെ കെട്ടുന്ന തെക്കേ നട ശീവേലി പറമ്പിലാണ് സംഭവം ഉണ്ടായത്. വടിക്കോൽ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ശക്തമായി ആനകളെ മർദ്ദിക്കുകയായിരുന്നു. 3 ആനകളെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ശീവേലി പറമ്പിൽ കുളിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന കൃഷ്ണ, കേശവൻകുട്ടി, ഗജേന്ദ്ര എന്നീ ആനകളെ അടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ജയലളിത നടക്കിലെത്തിയ ആനയാണ് കൃഷ്ണ. കുളിക്കാൻ കിടക്കാൻ അനുസരിക്കാത്തതിനാലാണ് ഇത്തരത്തിൽ കൃഷ്ണ ആനയെ മർദ്ദിച്ചത്. കേശവൻകുട്ടിയെ തല്ലി എഴുന്നേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കാലിന് സ്വാധീനക്കുറവുള്ള ഗജേന്ദ്ര എന്ന ആന നടക്കുന്നതാണ് 3ാമത്തെ ദൃശ്യം. 3 ദൃശ്യങ്ങൾ കൂട്ടിയിണക്കി ഒറ്റ ആനയെ തല്ലുന്നു എന്ന പേരിലാണ് പ്രചരിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വം അന്വേഷണത്തിന് നിർദ്ദേശവും നൽകി. ആനക്കോട്ടയിലെത്തി ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതിനു ശേഷമാവും തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും 3 ദൃശ്യങ്ങൾ ഒന്നിച്ച് കൂട്ടിയിണക്കിയതാണ് എങ്കിൽ പോലും ആദ്യത്തെ ദൃശ്യങ്ങളിൽ ആനകളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. മാത്രമല്ല അവ കരയുന്നതും ആ ഒരു വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. ആഞ്ഞാണ് ഒരു വടിക്കോല് കൊണ്ട് ആനയെ ആഞ്ഞ് ശക്തിയോടെയാണ് അടിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് അത് ക്രൂരത എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതേസമയം വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂർ വനത്തിൽ തുറന്നുവിട്ടതിന് പിന്നാലെ ചരിഞ്ഞ കാട്ടാന തണ്ണീർക്കൊമ്പന്റെ ജഡം കഴുകന്മാർ തിന്നു തീർത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തണ്ണീർക്കൊമ്പന്റെ ജഡം കർണാടക വനപാലകർ വനത്തിലെ കഴുകൻ റെസ്റ്റോറന്റിലേക്കാണ് എത്തിച്ചത്. 100 കണക്കിന് കഴുകന്മാർ എത്തിയാൽ ഒരു വലിയ ആനയുടെ ജഡം 3 ദിവസത്തിനുള്ളിൽ ഭക്ഷിച്ചു തീർക്കുമെന്നായിരുന്നു വനപാലകർ പറഞ്ഞിരുന്നത്. കഴുകൻ റെസ്റ്റോറന്റിൽ പുതിയ മൃതദേഹം എത്തിയാൽ വയനാട്ടിൽ നിന്ന് പോലും കഴുകന്മാർ ബന്ദിപ്പൂരിലേക്ക് എത്തും. ഇത് കണക്കിലെടുത്താൽ തണ്ണീർക്കൊമ്പൻ ഇപ്പോൾ വെറും അസ്ഥികൂടം മാത്രമായി തീർന്നിട്ടുണ്ടാകും. മാരകരോഗമോ പകർച്ചവ്യാധിയോ മൂലം ചാകുന്ന വന്യജീവികളെ കേരള വനംവകുപ്പ് കഴുകന് തീറ്റയായി നൽകാറില്ല. എന്നാൽ തണ്ണീർക്കൊമ്പന് ശ്വാസകോശത്തിലെ അണുബാധയും ക്ഷയവും അടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ജഡം കഴുകന്മാർക്ക് നൽകാൻ കർണാടക വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. തണ്ണീർക്കൊമ്പന്റെ ജഡം കാട്ടിൽ ഉപേക്ഷിക്കുന്ന മറ്റു വന്യമൃഗങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തുന്നുണ്ട്. കർണാടകത്തിന്റെ ഈ നടപടി കേരള വനങ്ങളിലേക്കും രോഗബാധ പടരാൻ ചിലപ്പോൾ കാരണമായേക്കുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.